ഭിന്നശേഷിയുടെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി മക്കൾക്ക് കാരുണ്യത്തിന്റെ തൂവൽ സ്പർശവും സ്നേഹവാത്സല്യവും ശാസ്ത്രീയ പരിശീലനവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിൽ പോപ്പോൾ മേഴ്സി ഹോം നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയാവഹമായ വികാസ പരിണാമങ്ങൾ ചരിത്രത്തിന് മിഴിവേകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഇപ്പോൾ 100-ലധികം കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ വൈകല്യങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയമായ പരിശീലനവും തെറാപ്പികളും നൽകി വരുന്നു. 2023-24 അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ജൂൺ 1 പോപ്പോൾ മേഴ്സി ഹോമിൽ പ്രവേശനോത്സവം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ബഹുമാനപ്പെട്ട PN സുരേന്ദ്രൻ നിർവഹിച്ചു. വർണ്ണാഭമായ ബലൂണുകൾ കൈകളിലേന്തി ആനന്ദത്തോടെ പുതിയ അധ്യയന വർഷത്തെ കുട്ടികൾ സ്വാഗതം ചെയ്തു. 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടുകയും പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നൽകുകയും ചെയ്തു. ജൂൺ 16-ാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ജൂൺ 19 അക്ഷരങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ കൈകളിലേന്തി വായനാ ദിനം സമുചിതമായി കൊണ്ടാടി. ജൂൺ 21-ാം തീയതി അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ എല്ലാവരും ചേർന്ന് യോഗ ചെയ്തുകൊണ്ട് യോഗാ ദിനം ആചരിച്ചു. 23-24 തീയതികളിലായി ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പ്രജനന ആരോഗ്യം ഉറപ്പാക്കുന്നതിന് മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ തിരുവനന്തപുരം SCRTയുടെ നേതൃത്വത്തിൽ നടന്ന വിവരശേഖരണം തൃശൂർ ജില്ലയിൽ പോപ്പോൾ മേഴ്സി ഹോമിൽ വെച്ച് നടത്തി. നിരവധി മാതാപിതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്ലക്കാർഡുകളേന്തി സന്ദേശം നൽകിക്കൊണ്ട് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ജൂലൈ 4-ാം തീയതി ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരും മേഴ്സി ഹോമും സംയുക്തമായി നടത്തിയ ടൈലറിംഗ്, വയറിംഗ്, പ്ലംബിംഗ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് സോഷ്യൽ ജസ്റ്റിസ് സൂപ്രണ്ട് സിനോ സേവി, JSS ഡയറക്ടർ മിസസ് സുധാ സോളമൻ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പുതുതായി ആരംഭിക്കുന്ന ശിങ്കാരി മേളത്തിന്റെ പ്രാരംഭ പരിശീലനം 22 കുട്ടികൾ പുളിമുട്ടിയിൽ കൊട്ടി കലാകാരൻ സുധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ജൂലൈ 28 മേഴ്സി ഹോമിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ തൊഴിലധിഷ്ഠിത പരിശീലനത്തിന്റെ ഭാഗമായി നടത്തിയ ജൈവ വാഴകൃഷിയുടെ വിളവെടുപ്പ് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം ഉദ്ഘാടനം ചെയ്തു. 250 നേന്ത്രവാഴ കൂടാതെ 10ഓളം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യ പുലരി നിറവകിട്ടാർന്ന പരിപാടികളോടെ മേഴ്സി ഹോമിലെ മക്കൾ വരവേറ്റു. ഓഗസ്റ്റ് 21 മുതൽ 4 ദിവസത്തെ വൈവിധ്യമാർന്ന കലാകായിക പരിപാടികളോടെ ഓണോത്സവം 2023 നടന്നു. 5 ഗ്രൂപ്പുകളായി നടത്തിയ പൂക്കള മത്സരവും കുട്ടികൾക്കും അധ്യാപകർക്കും ആവേശമേകിയ വടംവലി മത്സരവും നയനമനോഹരമായ ഓണം ഘോഷയാത്രയും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. അടുത്ത 5 വർഷത്തേക്ക് കൂടി തൃശൂർ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ ചെയർമാനായി മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിനെ വീണ്ടും തിരഞ്ഞെടുത്ത വിവരം സസന്തോഷം അറിയിക്കുന്നു. സെപ്റ്റംബർ 5 എല്ലാ അധ്യാപകർക്കും പൂച്ചെണ്ടും ആശംസാ കാർഡും നൽകി അധ്യാപക ദിനം ആചരിച്ചു. കുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് യൂണിറ്റിലെ 20-ലധികം വരുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും നടത്തുന്നതിനായി ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻ സ്മാർട്ട് എന്ന പേരിൽ പുതുതായി പണിത ബിൽഡിംഗിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 14 കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡീൻ ഡോക്ടർ KS ഷാജി നിർവഹിച്ചു. സെപ്റ്റംബർ 24 പോപ്പോൾ മേഴ്സി ഹോം ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BEd ഡിപ്ലോമ കോഴ്സുകളുടെ പുതിയ അധ്യയന വർഷത്തിന്റെയും കോളേജ് യൂണിയന്റെയും ഉദ്ഘാടനം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര നിർവഹിച്ചു. കുട്ടികളുടെ പഠനം കൂടുതൽ മികവുറ്റതാക്കി തീർക്കുവാൻ ആരംഭിച്ച പുതിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം 2023 സെപ്റ്റംബർ 26-ാം തീയതി തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ ശ്രീ കാർത്തിക് പാണിഗ്രഹി IAS നിർവഹിച്ചു. വിവിധ കലാപരിപാടികളോടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം വളരെ വർണ്ണാഭമായി കൊണ്ടാടി. ഒക്ടോബർ 12 തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മേഴ്സി ഹോമിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു.
ഒക്ടോബർ 17 മുതൽ 20 വരെ നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഗോവ ഫെസ്റ്റിവലിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ കോച്ചിംഗ് ക്യാമ്പിൽ നമ്മുടെ സ്കൂളിലെ 3 സ്പോർട്സ് അധ്യാപകർ പങ്കെടുത്ത് പരിശീലനം പൂർത്തിയാക്കി. ഒക്ടോബർ 30-ാം തീയതി തൃശൂർ ജില്ലാ തലത്തിലും തുടർന്ന് സംസ്ഥാന തലത്തിലും നടന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ സമ്മാനത്തിന് അർഹരായി. ഓവറോൾ കിരീടം ഈ വർഷവും നമ്മുടെ മക്കൾ കരസ്ഥമാക്കി. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുകയും 31-ാം തീയതി വിളക്കുകൾ കൈകളിലേന്തി ആഘോഷമായ ജപമാല റാലി നടത്തുകയും ചെയ്തു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് മേഴ്സി ഹോമിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും കേരള തനിമയാർന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അന്നേ ദിവസം മേഴ്സി ഹോം മക്കളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ കേരളീയം എന്ന മാഗസിൻ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ അന്തിക്കാട് പ്രകാശനം ചെയ്തു. നവംബർ 14-ന് വർണ്ണപ്പകിട്ടാർന്ന കലാപരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. കുട്ടികളും അധ്യാപകരും ചേർന്ന് അമ്പലപുരം സെന്ററിലേക്ക് വ്യത്യസ്തവും വർണ്ണശബളവുമായ കലാരൂപങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള ശിശുദിന റാലി നടത്തിയത് ഏവരുടെയും കണ്ണിന് കൗതുകമായി. 2023 നവംബർ 17-ന് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാപനത്തിനുള്ള കേരള സർക്കാരിന്റെ അവാർഡ് മേഴ്സി ഹോമിനാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രഖ്യാപിച്ചു. ഡിസംബർ 1-ന് ലോക എയ്ഡ്സ് ദിനാചരണം നടത്തി. ദേവമാതാ സ്കൂളിൽ വെച്ച് ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ ദൃശ്യ ആവിഷ്കാരത്തിലും മാർച്ച് പാസ്റ്റിലും നമ്മുടെ കുട്ടികൾ മിന്നും വിജയം കരസ്ഥമാക്കി. ഡിസംബർ 3-ന് അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ കായികമേളയിൽ ബാൻഡ് വാദ്യത്തോടെ ജില്ലാ കളക്ടറെ സ്വീകരിച്ചത് നമ്മുടെ മക്കളാണ്. ഈ മേളയിൽ ഒത്തിരി സമ്മാനങ്ങൾ വാരിക്കൂട്ടി പോപ്പോൾ മേഴ്സി ഹോം ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ഡിസംബർ 13-ന് നടത്തിയ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, സാമൂഹ്യനീതി ഓഫീസർ ശ്രീ പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾക്ക് കേക്കും പൂച്ചെണ്ടും നൽകി ആശംസകൾ നേർന്നു. തുടർന്ന് ശ്രീ കലാകാരൻ സുധിയുടെ നേതൃത്വത്തിൽ 3 മാസത്തെ പരിശീലനത്തിനു ശേഷം 22 കുട്ടികളുടെ ശിങ്കാരി മേളം അരങ്ങേറ്റം മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സൗജന്യമായി കുട്ടികളെ പരിശീലിപ്പിച്ച കലാകാരൻ സുധിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡിസംബർ 15-ന് തൃശൂർ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച കൂടെ എന്ന പരിപാടിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ വൊക്കേഷണൽ ഐറ്റംസ് ജില്ലാ കളക്ടറുടെയും സഹപ്രവർത്തകരുടെയും അഭിനന്ദനത്തിന് അർഹമായി. 40ഓളം വൊക്കേഷണൽ ഐറ്റംസ് ആണ് പോപ്പോൾ മേഴ്സി ഹോമിലെ മക്കളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത്. ഡിസംബർ 21, 22 തീയതികളിലായി ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് ക്രിസ്തുമസ് ട്രീ, നാനോ ക്രിബ് എന്നീ മത്സര ഇനങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. അത്താണി സെന്ററിൽ നിന്നും ആരംഭിച്ച ക്രിസ്തുമസ് കരോളിൽ 250 സാന്താക്ലോസുകൾ അണിനിരന്നു. ടീച്ചർ ട്രെയിനീസ് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കുട്ടികളിലും കാണികളിലും ആനന്ദത്തിന്റെ പരിവേഷമണിയിച്ചു. ഡിസംബർ 23-ന് തൃശൂർ ഹാപ്പി ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി പ്രത്യേക ക്ഷണം സ്വീകരിച്ച് മേഴ്സി ഹോമിലെ മക്കൾ അവതരിപ്പിച്ച ശിങ്കാരി മേളം അഭിനന്ദന പ്രവാഹത്തിന് അർഹമായി. ഡിസംബർ 26-ന് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാപനത്തിനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങുന്നതിനായി ജോൺസൺ അച്ഛന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് 45 പേർ അടങ്ങുന്ന ഗ്രൂപ്പ് കോഴിക്കോട് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച സ്ഥാപനത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതിന് ബിഷപ്പ് ഹൗസിൽ വെച്ച് അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ സ്വീകരണം നടന്നു. ജനുവരി 6-ന് കുട്ടികളും അധ്യാപകരും ചേർന്ന് പിണ്ടി അലങ്കാരം മത്സരം നടത്തി. ജനുവരി 16-ന് കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യം വെച്ച് അതിരപ്പിള്ളി, വാഴച്ചാൽ എന്നീ സ്ഥലങ്ങളിലേക്ക് 3 ബസ്സുകളിലായി വൺ ഡേ ടൂർ സംഘടിപ്പിച്ചു. അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കളിച്ചുല്ലസിക്കാനും ആടിപ്പാടാനും കുട്ടികൾ ഈ അവസരം വിനിയോഗിച്ചു. ജനുവരി 16 സെന്റ് മേരീസ് കോളേജിൽ വെച്ച് നടന്ന പാലിയേറ്റീവ് കെയർ ദിനാഘോഷത്തിന്റെ ഭാഗമായി 11 കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന വേളയിൽ അധ്യാപകരുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മക്കൾ അവതരിപ്പിച്ച ശിങ്കാരിമേളം ഏറെ പ്രശംസകൾക്ക് അർഹമായി.
സംസ്ഥാന അവാർഡ് നേടിയ മേഴ്സി ഹോമിന് തൃശൂർ പൗരാവലി ആദരിക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 24-ന് വിളംബര ജാഥ അത്താണി കെൽട്രോൺ മുതൽ അമ്പലപുരം ജംഗ്ഷൻ വരെ സംഘടിപ്പിച്ചു. വർണ്ണപ്പകിട്ടാർന്ന ബലൂണുകളും മേഴ്സി ഹോം മക്കളുടെ ശിങ്കാരിമേളവും അധ്യാപകർ അണിയിച്ചൊരുക്കിയ ഫ്ലാഷ് മോബും വിളംബര ജാഥയെ കൂടുതൽ വർണ്ണാഭമാക്കി. മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് നേടിയ പോപ്പോൾ മേഴ്സി ഹോമിന് തൃശൂർ പൗരാവലി സ്വീകരണം നൽകി. ജനുവരി 27 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൃശൂർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹാളിൽ വെച്ച് പൊതുസമ്മേളനം നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ M.K. വർഗീസ്, മാർ ടോണി നീലങ്കാവിൽ, ആലത്തൂർ MP ശ്രീമതി രമ്യ ഹരിദാസ്, വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുതുതായി നിർമ്മിച്ച സുവോളജിക്കൽ മോഡൽ പാർക്കിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറി ശ്രീ KK മനോജ് നിർവഹിച്ചു. സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്കും പ്രൊഫഷണൽസിനുമായി RCIയുടെ അംഗീകാരത്തോടെ പോപ്പോൾ മേഴ്സി ഹോമിന്റെ നേതൃത്വത്തിൽ 3 നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകൾ ഈ വർഷവും സംഘടിപ്പിച്ചു. ഫെബ്രുവരി 11-ാം തീയതി പോപ്പോൾ മേഴ്സി ഹോമിന്റെ 47-ാം വാർഷികാഘോഷം വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. മേഴ്സി ഹോം വിദ്യാർത്ഥികളുടെയും ടീച്ചർ ട്രെയിനീസിന്റെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഫെബ്രുവരി 24-ന് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്പോർട്സ് മീറ്റിൽ നിരവധി സമ്മാനങ്ങൾ നേടിക്കൊണ്ട് മേഴ്സി ഹോം ഓവറോൾ കിരീടവും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബെസ്റ്റ് സപ്പോർട്ടിംഗ് സ്കൂളിനുള്ള ട്രോഫിയും നേടി ഇരട്ട കിരീടം അണിഞ്ഞു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന കിരണം കലാമേളയിൽ 25 ഇനങ്ങളിൽ സമ്മാനം നേടി പോപ്പോളിന്റെ മക്കൾ ജേതാക്കളായി. പോപ്പോൾ മേഴ്സി ഹോം ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ വർഷം 100% വിജയം കരസ്ഥമാക്കി ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി മാർച്ച് 12-ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് സർട്ടിഫിക്കറ്റും മെമന്റോയും സമ്മാനിച്ചു. മാർച്ച് 13-ന് പോപ്പോൾ മേഴ്സി ഹോം കലാകായിക മേളയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രൻ നിർവഹിച്ചു. മാർച്ച് 14-15 തീയതികളിൽ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കലാകായിക മേള എക്സലൻസിയ 2024 വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. മാർച്ച് 20-22 തീയതികളിലായി പോപ്പോൾ മേഴ്സി ഹോമിലെ മക്കൾക്കായി അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിച്ചു നടത്തിയ കലാകായിക മത്സരങ്ങളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തു. കൂടുതൽ പോയിന്റ് നേടിയ ഗ്രൂപ്പിനെ ഓവറോൾ ട്രോഫിയും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് സമ്മാനങ്ങളും നൽകി മേള വർണ്ണാഭമാക്കി. മാർച്ച് 21-ന് തൃശൂരിൽ വെച്ച് നടന്ന ദിവ്യജന്മം പരിപാടിയുടെ സംഘാടകരായ മാക്സ് ലേൺ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ സംസ്ഥാനതല മത്സരങ്ങളിൽ ജേതാക്കളായ നമ്മുടെ 24 കുട്ടികളെ ആദരിച്ചു. കൂടാതെ ഏറ്റവും നല്ല സ്ഥാപനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ നമ്മുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടറും പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ അന്തിക്കാട്ടിന് മെമന്റോ നൽകി ആദരിച്ചു. മാർച്ച് 21-ന് വടക്കാഞ്ചേരി നഗരസഭ പോപ്പോൾ മേഴ്സി ഹോമിനെ ആദരിച്ചു. മന്ത്രി ശ്രീ K. രാധാകൃഷ്ണൻ ജോൺസൺ അച്ഛനെ പൊന്നാട അണിയിക്കുകയും മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ ഉപഹാരം നൽകുകയും ചെയ്തു. തുടർന്ന് മന്ത്രി കലോത്സവത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. മാർച്ച് 9-ാം തീയതി പോപ്പോൾ മേഴ്സി ഹോമിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് സ്റ്റേറ്റ് ലെവൽ ബാസ്കറ്റ്ബോൾ സെലക്ഷൻ ക്യാമ്പ് ആരംഭിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. പോപ്പോൾ മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളായ അലീന, ജോയ് എന്നിവർ കേരള ടീമിലെ അംഗങ്ങളായി നാഷണൽ ലെവൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മാർച്ച് 24-ന് പോണ്ടിച്ചേരിയിൽ നടന്ന നാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പോപ്പോൾ മേഴ്സി ഹോമിലെ അലീന ഉൾപ്പെട്ട കേരള ടീം സ്വർണ്ണ മെഡൽ നേടി ചാമ്പ്യന്മാരായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ ജോയ് ഉൾപ്പെട്ട കേരള ടീം 2ാം സ്ഥാനവും നേടി അഭിമാന താരങ്ങളായി മാറി എന്ന വിവരം ഏറെ സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു.
ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ഇവിടുത്തെ ഡയറക്ടർ ജോൺസൺ അന്തിക്കാട്ട് അച്ഛന്റെയും അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സീജൻ അച്ഛന്റെയും നിർമ്മലദാസി സിസ്റ്റേഴ്സിന്റെയും അധ്യാപകരുടെയും സേവനമാണെന്നുള്ള കാര്യം സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഇന്നുവരെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച എല്ലാ സുമനസ്സുകളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സഹായഹസ്തങ്ങൾ നൽകി ഈ സ്ഥാപനത്തെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികളെയും നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കുന്നു.